വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സൈക്കോ ക്രിക്കറ്റ്. ഇന്ന് 2 അപ്ഡേറ്റുകളാണ് പറയാനുള്ളത്. ഒന്ന് LSG ക്യാപ്റ്റൻ ഋഷഭ് പന്തിനെ പറ്റിയും മറ്റൊന്ന് സഞ്ജു സാംസണെ പറ്റിയുമാണ്. ഋഷഭ് പന്ത് ഇന്നലത്തെ മത്സരം LSG വേഴ്സസ് DC ആയിരുന്നു. ഡൽഹി ക്യാപിറ്റൽസിന് ഇന്നലെ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് തോന്നിയത്. കാരണം എന്തെന്ന് വെച്ചാൽ 209 എന്നൊരു പടുകൂറ്റൻ ടോട്ടലായിരുന്നു LSG ഉയർത്തിയത്. ശരിക്കും അവരുടെ ടോട്ടൽ ഒരു 240 250 വരെ എത്തേണ്ടതായിരുന്നു. ലാസ്റ്റ് ലൈനിലും ലെങ്ത്തിലും ബോളറിനെ DC അവരെ 209 ഒതുക്കുകയായിരുന്നു. എങ്കിലും അവരുടെ സ്റ്റാർട്ടിംഗ് ഒക്കെ നല്ല രീതിയിൽ പിഴയ്ക്കുകയുണ്ടായി. ഇന്നലെ എടുത്തു പറയേണ്ടത് LSG ക്യാപ്റ്റൻ ഋഷഭ് പന്തിനെ പറ്റിയാണ്. അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ടീം മാനേജ്മെൻറ്റ് 27 കോടി രൂപയാണ് മുടക്കിയത്. ഇന്നേവരെ IPL ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്കെടുത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. എങ്കിൽ അതിന് ഒരു നീതിയും പുലർത്താത്ത രീതിയിലുള്ള മത്സരമായിരുന്നു അദ്ദേഹം ഇന്നലെ കാഴ്ചവെച്ചത്. അദ്ദേഹം അവരുടെ ക്യാപ്റ്റൻ കൂടിയായിരുന്നു. നിർണായക ഘട്ടത്തിലുള്ളൊരു സ്റ്റംപിംഗ് പോലും അദ്ദേഹം പാഴാക്കി. അത് ടീമിനെ വളരെയേറെ ദോഷം ചെയ്തു. അത് ടീമിൻ്റെ വിജയത്തിന് വരെ വിജയം ഇല്ലാതാവുന്നതിന് വരെ കാരണമായി. ഇത് തീർച്ചയായും LSGയെ നല്ല രീതിയിൽ ഒരു പണി കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത മിച്ചൽ മാഷും മാർക്കവും നല്ല തുടക്കമാണ് നൽകിയതെങ്കിലും മാർക്കത്തിന് കാര്യമായ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. LSG തുടക്കത്തിലൊരു 240 എത്തുമെന്ന് വിചാരിച്ചതായിരുന്നു. അതിനുശേഷം മാർക്രം ഔട്ടായപ്പോഴും പിന്നെ നിക്കോളസ് പൂറനും മിച്ചൽ മാഷും നല്ല തന്നെ ഒരു വെടിക്കെട്ട് തുടർന്നെങ്കിലും അതിനുശേഷം വന്ന ഋഷഭ് പന്ത് തീർത്തും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. 0 റൺസ് എടുത്ത് പുറത്താവുകയായിരുന്നു അദ്ദേഹം. അത് കഴിഞ്ഞ് ടോട്ടൽ ലാസ്റ്റത്തെ ഓവറിൽ മില്ലർ 2 സിക്സ് അടിച്ച് സ്കോർ 200 കടത്തി 209 കളി അവസാനിച്ചെങ്കിലും ഡൽഹിക്ക് തുടക്കത്തിൽ പിഴയ്ക്കുന്ന അവസ്ഥയാണ് ഉണ്ടായതെങ്കിലും അവസാനം ഡൽഹി വിജയം കണ്ടു. തീർച്ചയായും LSGക്ക് ഒരു അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഇതിന് കാരണം. എടുത്തു പറയുന്നത് ഋഷഭ് പന്തിൻ്റെ മോശം ക്യാപ്റ്റൻസിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് വിക്കറ്റിന് പിന്നിലുള്ള പ്രകടനവുമാണ്. ലാസ്റ്റ് ടൈമിൽ DC നല്ല രീതിയിൽ ലൈൻ ആൻഡ് ലെങ്ത്തിലും പിച്ച് റീഡ് ചെയ്യാനും അവർക്ക് നന്നായി കഴിഞ്ഞു. ലൈൻ ആൻഡ് ലെങ്ത്തിൽ പന്തെറിഞ്ഞ സ്പിന്നേഴ്സിനും ബാറ്റേഴ്സിനും അവരെ കാര്യമായി തന്നെ പിടിച്ചു മുറുക്കാൻ കഴിഞ്ഞു. അങ്ങനെ അവരുടെ ടോട്ടൽ 209 അവസാനിച്ചെങ്കിലും DC 211-9 എന്ന നിലയിൽ കളി ജയിക്കുകയായിരുന്നു. അതിനുശേഷം സഞ്ജു സാംസണെ പറ്റിയുള്ള അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ സഞ്ജു സാംസൺ ഈ 3 മത്സരങ്ങളിൽ ഇമ്പാക്റ്റ് സബ്ബായി മാത്രമാണ് ഇറങ്ങുക എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൽ അദ്ദേഹത്തിൻ്റെ NCAയുടെ പൂർണ്ണ ക്ലിയറൻസ് ലഭിച്ചിട്ടില്ല. അദ്ദേഹം ഇൻ്റർനാഷണൽ പ്ലെയർ ആയതിനാൽ NCA ക്ലിയറൻസ് ഇല്ലാതെ അദ്ദേഹത്തിന് കീപ്പിംഗ് ചെയ്യാനാവില്ല. എങ്കിലും ഇമ്പാക്റ്റ് സബ്ബായി അദ്ദേഹം നല്ല രീതിയിൽ ഫസ്റ്റ് മാച്ച് 66 റൺ അടിക്കുകയുണ്ടായി 182 സ്ട്രൈക്ക് റേറ്റിൽ. ഇനിയുള്ള 2 മാച്ചും ബാറ്റിംഗ് കൊണ്ട് മിന്നുന്ന പ്രകടനം വെച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി RR മിസ് ചെയ്യുന്നതാണ്. നാളെയാണ് അദ്ദേഹത്തിൻ്റെ മാച്ച്. നാളെ അദ്ദേഹം നല്ലൊരു സ്കോർ നേടുമെന്ന് നമുക്ക് കരുതാം.